ഏറ്റവും കൂടുതൽ പേടിച്ച ഒരു രാത്രി എന്ന് വേണമെങ്കിൽ ഇത് പറയാം. ഇറങ്ങി നോക്കൂ. ഇങ്ങനെ വരും അവിടെ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ചേട്ടൻ അവിടെ താഴെ കാലേച്ച് ചവിട്ടുന്നുണ്ടേ. പക്ഷെ ഇപ്പോൾ ഇല്ലാണ്ട് അവിടെയൊക്കെ ഇതൊക്കെ വെട്ടി എടുത്തേക്കുന്ന കാണുമ്പോൾ അതുപോലെ തോന്നുന്നുണ്ട്. ഓൾ കേരള ട്രിപ്പിൻ്റെ 33ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ കോട്ട അല്ലെങ്കിൽ സെൻറ്റ് ആഞ്ചലോ കോട്ട കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ അറബിക്കടലിന് നേരെയായി കണ്ണൂർ പട്ടണത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് സെൻറ്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ കോട്ട എന്നും ഈ കോട്ട അറിയപ്പെടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 40 അടി ഉയരത്തിലാണ് കോട്ട ഉള്ളത്. 1945-55 കാലത്തെ ഡച്ച് കമാൻഡറിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചതിൻ്റെ വിവരങ്ങൾ പഴയ ഡച്ച് ഭാഷയിൽ കൊത്തിയ ശിലാഫലകം കോട്ടയിൽ കാണാം. പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ ഡ അൽമേഡ ആണ് 1505 ഈ കോട്ട നിർമ്മിച്ചത്. കോലത്തിരി രാജാവിൻ്റെ സ്ഥലത്ത് 1505 ഒക്ടോബറിൽ കോട്ട പണി തുടങ്ങി. 5 ദിവസം കൊണ്ട് ആദ്യ രൂപം പൂർത്തിയാക്കി. 158 വർഷം പോർച്ചുഗീസുകാർ കോട്ട ഭരിച്ചു. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും 1663 ഈ കോട്ട പിടിച്ചടക്കി. ചെലവ് ചുരുക്കാനായി ഡച്ചുകാർ കോട്ടയുടെ വലിപ്പം കുറച്ചു. 110 വർഷം ഡച്ചുകാർ കോട്ട ഭരിച്ചു കേട്ടോ. 1 ലക്ഷം രൂപയ്ക്ക് അറക്കിൽ രാജ്യത്തെ അലി രാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു. 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നേക്കുന്നത് സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു 5-6 കിലോമീറ്റർ പരിധിയിൽ കുറേ സ്ഥലങ്ങളുണ്ട് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കോട്ടയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യം കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ഈ ഫലകങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ മുന്നറിയിപ്പുകളും കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ ഈ കോട്ടയുടെ പ്രത്യേകതയും വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു രൂപഘടന ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കൊണ്ട് അവിടെ ബീച്ച് കാണാം. അപ്പോൾ ബീച്ചിന് തൊട്ടടുത്താണ് കോട്ട ഉള്ളത്. മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ്. കടൽ കാണാൻ പറ്റും. അവിടെ കടൽ കാണാം. പിന്നെ ഒരു വലിയൊരു കോട്ട നമ്മൾ ചീങ്കക്കല്ലാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ കാണുന്ന നടപ്പാതയും അതുപോലെ കോട്ടയിൽ ചീങ്കക്കല്ല് നിറയെ ഇതുപോലുള്ള വേലികളും പുൽച്ചെടികളൊക്കെ നട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആണ്ട് പീരങ്കി കാണാൻ പറ്റും. ഇത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. ഓക്കെ, ഈ വാതിൽ ക്ലോസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കടൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അവിടെ റോഡുണ്ട്. മെയിൻ റോഡല്ല, സൈഡ് റോഡ്. ഇതും ഒരു പീരങ്കിയാണ്. അപ്പുറത്തുള്ളത് പോലെ തന്നെ ഒരു വലിയൊരു പീരങ്കി. ഇത് പ്രധാന ഒരു കവാടമാണ്, ഫോർട്ട് സെൻറ്റ് ആഞ്ചലോ. പക്ഷേ ഒരു പ്രത്യേകതയുള്ള അതിൻ്റെ വാതിലിൽ നിറയെ ഈ മൂർച്ചകളുള്ള എന്താണ് ഇരുമ്പ് ഉപയോഗിച്ച് ഇതിങ്ങനെ കൂർത്തിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം പണ്ട് ചെയ്തിരുന്നതാണ്. ഇത് പണ്ട് ചെയ്തിരുന്ന അതേ സംഭവം ഇപ്പോഴും ഉണ്ട്. ബാക്കിയുള്ളത് അടിയിലാണ്, എന്നാലും അത് ഇപ്പോഴും കാണാൻ പറ്റും കേട്ടോ. കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂർ കോട്ടയിൽ നിന്നും 23 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിൻ്റെ അടിയിൽ കൂടിയാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സൈനികർക്ക് രക്ഷപ്പെടാനാണ് ഈ തുരങ്കമുണ്ടാക്കിയതെന്നാണ് വിശ്വാസം. ഇപ്പോൾ ഈ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്.
കോട്ടയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പുറത്തൂടെ പോകുമ്പോൾ ഉള്ളൊരു നിർമ്മിതിയാണ്, ജയിലോ എന്തോ ആണ്. അതിന് താഴോട്ട് പോയിട്ട് നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കടൽ അടിപൊളിയായിട്ട് കാണാം. രണ്ട് സൈഡിലായിട്ട് കടൽ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ മുന്നേ കണ്ടപ്പോൾ പാലക്കാട് പോയപ്പോഴത്തേക്കും മലപ്പുറം കഴിഞ്ഞൊരു കോട്ട എടുത്തപ്പോഴത്തേക്കും വീതി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനേക്കാളും വീതിയുണ്ട് ഇവിടെ. ഈ കോട്ടയുടെ ചുവരുകൾക്ക്, പുറം ചുവരുകൾക്ക് നല്ല വീതിയുണ്ട്. പിന്നെ ഇതുപോലെ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള പാതയുണ്ട്. പിന്നെ ഇടയ്ക്കുള്ള സ്ഥലമൊക്കെ ഇപ്പോൾ നല്ല പുല്ലും ചെടിയൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പലയിടത്തും ഈ കുറച്ച് മുന്നേ തന്നെ കല്ലിൽ എഴുതിയിട്ടുള്ള ഒരു ശിലാഫലകങ്ങളുണ്ട്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ബീച്ച് കാണാൻ പറ്റും, കടൽ കാണാൻ പറ്റും. ഒരുപാട് വള്ളങ്ങളും ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. അങ്ങോട്ട് പോകട്ടെ, ഫ്രണ്ടിലോട്ട് പോവാം. കോട്ടയുടെ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കടലിനെ അഭിമുഖീകരിച്ച് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇത് കോട്ടയുടെ എൻഡാണ് ഇതുവരെ, അതിനപ്പുറം കടലാണ്. നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ കാണുന്ന കിടങ്ങ് ഇതുവഴി കണക്റ്റഡാണ്. അവിടെ ഇപ്പോൾ കണക്റ്റഡ് ആണെന്ന് അറിഞ്ഞൂടാ. എന്തായിരുന്നാലും അതിലോട്ടാണ് വരുന്നത് അവിടുത്തെ കിടങ്ങ്. നമ്മൾ അവിടെ നിന്ന് കയറി ഇതുവരെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എൻഡ് കടലിലോട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പലയിടത്തു നിന്ന് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും വീതിയുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ചുവരുകൾ, ഇത്രയും വീതി ഇതിനുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലാണ്. കോട്ട ഇതുവരെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കടലാണ് കാണുന്നത്. തൊട്ടപ്പുറത്തേനാണ് നമ്മുടെ ഹാർബറും. അതാ ഈ കാണുന്ന കെട്ടിടമൊക്കെ പല സിനിമയ്ക്കും ലൊക്കേഷനായിട്ടുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് താഴെ പോയി കാണാം. അപ്പോൾ ഇതുവഴി എല്ലാ സൈഡിൽ കൂടെ ഇങ്ങനെ കോട്ടയുടെ സൈഡിൽ കൂടെ നടന്നു പോകാനുള്ള വഴികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ചേട്ടൻ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് ചൂണ്ട ഇടുന്നുണ്ട്. ചൂണ്ട ഇവിടെ കുറേ കരിങ്കല്ല്, ഇതൊക്കെ പിന്നീട് കൊണ്ട് ഇറക്കി. മീൻ കിട്ടി. ഓക്കെ, മീൻ ഓരേ അടിപൊളി. ആ ചേട്ടൻ മീൻ കിട്ടി. എന്നാൽ ഈ കോട്ടയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പിന്നീട് കൊണ്ടിട്ടതാവാനേ ഉള്ളൂ ഈ ചാൻസ്. ഈ കല്ലുകൾ ഉണ്ട്, അവിടെയൊക്കെ ഒരുപാട് അടന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയായിരുന്നാലും അടന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ തിരയടിച്ച് കുറേ കയറിയിട്ടുണ്ട്. അതും ചീങ്കയായിരിക്കും അല്ലേ? ഇപ്പം കട്ടിയുള്ള നല്ല കട്ടിയുള്ള കല്ല് പോലെ, ചീങ്ക കല്ല് വെട്ടുന്ന അതേപോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ എന്നാലും വർഷങ്ങളാകുമ്പോഴത്തേക്ക് അത് നശിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേ കല്ലൊക്കെ കൊണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ ഒരു കെട്ടിടം. നോക്കാം എന്താണെന്ന്. ഇവിടെ വേറൊരു വഴി തിരിഞ്ഞുണ്ട്, നമുക്ക് നോക്കാം. ഓ ഇത് ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ടൊരു കെട്ടിടം. ഒരുപാട് വാതിലുകൾ പോലെ ചെയ്തിട്ടുണ്ട്. ഇതെന്തിനായിരിക്കും സംഭവം? ഒരുപാട് സിനിമ ലൊക്കേഷനാണ്. അതിലുപരി പണ്ടത്തെ സംഭവമാണല്ലോ, അവരെന്തെങ്കിലും ഉപയോഗമില്ലാതെ ചെയ്യും. ഒരു ഇടനാഴി പോലെ ഇങ്ങനെ കിടപ്പുണ്ട്, ഒരുപാട് സ്ഥലം ഇങ്ങനെ കിടപ്പുണ്ട്. എന്തിനാണിത്? നേരത്തെ പറഞ്ഞ ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനാണ്. നമ്മൾ കാണുന്ന കുറേ പാട്ട് സീനുകളും അല്ലാതെ ഉള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 2-3 കെട്ടിടങ്ങൾ മുകളിൽ നിന്ന് കണ്ടായിരുന്നു. ഡിസംബറിൽ കോട്ടയിൽ സന്ദർശകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഉത്ഖനനത്തിൽ തേങ്ങയുടെയും ഓറഞ്ചിന്റെയും മറ്റു വലിപ്പമുള്ള
1500ഓളം പീരങ്കി ഉണ്ടകൾ കണ്ടെത്തുകയുണ്ടായി. തുടർ ദിവസങ്ങളിൽ നടത്തിയ പര്യവേഷണത്തിൽ 250 ഗ്രാം മുതൽ 9 കിലോ വരെ തൂക്കമുള്ള 13,000-ഓളം ഇരുമുണ്ടകളാണ് ലഭിച്ചത്. നിരവധി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഖനനത്തിനൊടുവിൽ 35,950 പീരങ്കി ഉണ്ടകളാണ് ആകെ കിട്ടിയത്. 10 ദിവസം കൊണ്ട് 4 കുഴികളിൽ നിന്നാണ് ഇത്രയും വെടിയുണ്ടകൾ പുറത്തെടുത്തത്. പല വലിപ്പത്തിലുള്ള ഇവയിൽ ചിലത് പൊട്ടിയിട്ടുണ്ട്, ചിലത് ഉള്ളു പൊള്ളയാണ്. 4 കുഴികളിൽ 4ാമത്തെ കുഴിയിൽ നിന്നാണ് ഏറ്റവും അധികം വെടിയുണ്ടകൾ ലഭിച്ചത്. കോട്ട മതിൽ വരെ ഈ ശേഖരം പടർന്നു കിടന്നിരുന്നു. പോർച്ചുഗീസ്, ഡച്ച്, അറക്കൽ, ബ്രിട്ടീഷ് എന്നീ 4 ശക്തികൾ കൈമറിഞ്ഞ ഈ കോട്ടയിലെ പീരങ്കി ഉണ്ടകൾ ആരുപയോഗിച്ചതാണെന്ന് പഠനങ്ങളിൽ വ്യക്തമാകുമെന്ന് കരുതുന്നു. നമ്മൾ മുകളിൽ കൂടെ വന്നപ്പോഴുള്ള പടിക്കെട്ടാണിത്. ഇതിപ്പോൾ താഴെ വന്നിട്ട് നമ്മളിവിടെ അകത്ത് കയറുക. ഇവിടെ ഒരു ചെറിയൊരു കെട്ടിടമുണ്ട്. ഇത് ലോക്കഡാണ്, എന്താണെന്ന് സംഭവം എന്ന് അറിയില്ല. എന്തായാലും ലോക്കഡാണ്. ഫുള്ള് ചീങ്ക കല്ലാണ് കേട്ടോ, കാണുമ്പോൾ അറിയാം. എത്ര വർഷം പഴക്കം ഉണ്ടാകുന്ന അറിയില്ല അല്ലേ. കാറ്റാടി മരത്തിൻ്റെ തടിയാണ് ഇരിക്കുന്നത്. വെള്ളം നമ്മൾ കോട്ടയം ഇങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ടേ. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഈ സുരക്ഷാ വേലികളില്ലാതുള്ളൂ, ബാക്കി ഫുള്ളുണ്ട്. അപ്പോൾ അങ്ങറ്റത്ത് നിന്നാണ് നമ്മൾ ഇതുവരെ എത്തിയത്. ഇത്രയും വൈഡായിട്ട് ഇത്രയും ലോങ്ങിലുള്ളൊരു കോട്ടയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ ലൈറ്റ് ഹൗസിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നേരത്തെ നമ്മളിവിടെ വന്നിരുന്നു, അതിന് ശേഷമാണ് നമ്മൾ ഹാർബറിലേക്ക് പോയത്. പിന്നെയും തിരികെ ഇവിടെ ഓപ്പൺ ആയപ്പോൾ തിരികെ നമ്മൾ ലൈറ്റ് ഹൗസിലോട്ട് വന്നിട്ടുണ്ട്. അകത്തോട്ട് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഹാർബറിൽ നിന്ന് നമ്മൾ നേരെ വന്നേക്കുന്നത് ലൈറ്റ് ഹൗസിലാണ്. ലൈറ്റ് ഹൗസിൽ ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. സീനിയർ സിറ്റിസണിന് 10, ക്യാമറ 20. അപ്പോൾ ഇത് രാവിലെ മുതൽ ഉച്ച വരെ. ഉച്ചയ്ക്ക് ബ്രേക്കുണ്ട്, 1 മണിക്ക് ബ്രേക്കുണ്ട്. ഒരു 2 മണി മുതൽ പിന്നെ അങ്ങോട്ട് 4 മണി 5 മണി വരെ ഉണ്ട് കേട്ടോ. കറക്റ്റ് ടൈം ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നടന്ന് അകത്തോട്ട് പോകാണ്. ഇതുപോലുള്ളൊരു വഴിയുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കടൽ കാണാൻ പറ്റും. തറയോടൊക്കെ ഇട്ടിട്ടുള്ള ഒരു വഴി നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് നീളുന്നുണ്ട്. നടന്ന് നമ്മൾ അങ്ങോട്ട് പോവാം. എന്നിട്ട് ലൈറ്റ് ഹൗസിൻ്റെ മുകളിലോട്ടുള്ള ദൃശ്യം കാണിച്ചത് നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. നമ്മൾ ചെറുതായിട്ട് ഓക്കെ, കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്, നോക്കാട്ടോ. ഈ കാണുന്നത് ഒരു മ്യൂസിയമാണ്. നമ്മളിപ്പോൾ പോകുന്നത് ലൈറ്റ് ഹൗസിലേക്ക് പോയിട്ട് തിരികെ വരുമ്പോൾ നമുക്ക് ഈ മ്യൂസിയത്തിലൂടെ കയറി കാണാം. ഓക്കെ, നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ചോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ആന നിർത്തിയിട്ടുണ്ട്, ആനയുടെ ഒരു സ്റ്റാച്ചു.
ഇതാണ് ലൈറ്റ് ഹൗസ്. ഓക്കെ, നമുക്കിതിനകത്തേക്ക് പോകാം കേട്ടോ. ഓക്കെ, നമ്മുടെ ലൈറ്റ് ഹൗസ് ഇതാണ്. അതിന് മുന്നേ ഇവിടെ ഒരു ഗജവീരൻ ഇവിടെ നിൽപ്പുണ്ട്. ഒരു കിടുക്കൻ ഗജവീരൻ ലൈറ്റ് ഹൗസ് പുറകിലുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കും പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരുപാട് ചെയേഴ്സുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു കുളം കാണുന്നുണ്ട്, മീൻ കാണുന്നില്ല, മീനകത്ത് കാണും ചിലപ്പോൾ. പിന്നെ നമ്മുടെ കടലാണ് ഇവിടെ കാണുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാർക്ക്, പിന്നെ വാട്ടർ ഫൗണ്ടേഷനൊക്കെ ഉണ്ട്. വൈകുന്നേരം ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് തോന്നുന്നു. വാട്ടർ ഫൗണ്ടേഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായിരുന്നാലും ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് കയറി നോക്കാം എന്താണ്. ഇവിടെ ഇപ്പോൾ ആൾ നിൽക്കുന്നുണ്ട്, നമുക്ക് നോക്കാം മുകളിലോട്ട് പോകാം. ലൈറ്റ് ഹൗസിൻ്റെ ചോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ടേ. പാദരക്ഷകൾ പുറത്ത് വയ്ക്കുക. ഓക്കെ, ചെരുപ്പ് പുറത്തിട്ടതിന് ശേഷം അകത്ത് കയറാം. കേരളത്തിലുള്ള ലൈറ്റ് ഹൗസുകളുടെ നമ്മുടെ വിഴിഞ്ഞം തുടങ്ങി കേരളത്തിലുള്ള ലൈറ്റ് ഹൗസുകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ ലൈറ്റ് ഹൗസിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻട്രൻസ് ഇവിടെയാണ്. നമുക്കിങ്ങനെ കയറി ഇങ്ങനെയാണ് മുകളിൽ പോകാനുള്ളത്. വളഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ. നമുക്ക് തുടങ്ങാം. ലൈറ്റ് അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കയറി വന്ന വഴിയായാലും ഇതായാലും അത്യാവശ്യം നല്ല വീതിയുണ്ട്. പടിക്കെട്ട് അതുപോലെ തന്നെ ലാസ്റ്റ് വരെ മാത്രം ഒരു ചെറിയ പടി, ബാക്കിയൊക്കെ നല്ല വീതിയുണ്ട്. സൈഡായിട്ട് കയറി വരാം. നമ്മൾ കൊല്ലത്ത് പോയപ്പോഴത്തേക്ക് ഇത്രയും വീതിയൊന്നും ഇല്ല നിൽക്കാൻ വേണ്ടി. ഒരാൾ ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്ന ആ ഒരു തരത്തിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ നല്ല വീതിയുണ്ട്. നമുക്കിവിടെ നിന്നാൽ കിട്ടുന്ന കാഴ്ചകൾ ഇതാണ്. നമ്മൾ നേരത്തെ കണ്ട ആന ദൂരം അവിടെ കുഞ്ഞായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ കടലിങ്ങനെ വൈഡായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെയുള്ള സ്പേസിൽ നമുക്ക് കടൽ കാണാൻ പറ്റും. അപ്പുറ സൈഡ് വന്നിട്ട് അതുപോലുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. രണ്ടുപേരും ഇങ്ങ് വന്നോളൂ. ബാക്കിയുള്ളൊരു വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ട്, അതുകൊണ്ട് അവരൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ലൈറ്റ് ടവറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി കുറച്ച് സ്ഥലങ്ങളോട് നമുക്ക് ഓടി എത്തേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ, നമ്മൾ ഇവിടെ ലൈറ്റ് ഇടുന്നത് വൈകുന്നേരം 6:30 മുതൽ വെളുപ്പിന് 6:30 വരെ ഇവിടെ ലൈറ്റ് പ്രകാശിക്കും. ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കാണാൻ ബാക്കി വെച്ചേച്ച് പോയ മ്യൂസിയത്തിൻ്റെ അകത്തെ കാഴ്ചകളാണ് കേട്ടോ. പലതരം ബൾബുകൾ, നമ്മൾ ലൈറ്റ് ഹൗസിൽ ഉപയോഗിക്കുന്ന പലതരം ഉപകരണങ്ങളാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പണ്ടത്തതും പുതിയതുമായിട്ടുള്ള ലൈറ്റുകൾ, ബൾബുകൾ, ലെൻസുകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഉപകരണങ്ങൾ അതാണ് ഈ മ്യൂസിയത്തിനകത്ത് ഉള്ളത്. കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഈ കാര്യങ്ങളൊന്നും എപ്പോഴും കാണുന്നതോ അറിയുന്നതോ അല്ല. അപ്പോൾ ഇങ്ങനൊരു പ്രത്യേക ഒരു മ്യൂസിയം ഇതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് വരുമ്പോൾ ഇന്നതൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് എല്ലാ ഡീറ്റെയിൽസും അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ മ്യൂസിയത്തിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
അപ്പോൾ ലൈറ്റ് ഹൗസിൽ നമ്മൾ നേരെ വന്നത് ഫുഡ് കഴിക്കാനാണ്. നമുക്ക് ഇവിടെ വേണ്ടേ വീട്ടിലുണ്ടാക്കുന്ന കുടുംബശ്രീയിലെ ഒരു ക്യാൻറ്റീനാണ് ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ വന്നു. ഫുഡൊക്കെ കഴിച്ചു, നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു. അപ്പോഴാണ് ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ച ഉള്ളത്. സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് അകത്തോട്ട് പോയി കാണിച്ചു തരാം. ഇതാ കട കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്ക് നമ്മളൊന്ന് കയറി കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. അത് നോക്കൂടെ കാണിച്ചു തരാം. അതെ, ഒരു കൈത്തറിയുടെ ഒരു എന്താണ് ഫാക്ടറി എന്ന് തന്നെ പറയാം. ഒരുപാട് കൈത്തറി ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വലിയൊരു കൈത്തറി കൊണ്ട് നെയ്യുന്ന നമ്മളവിടെ ബാലരാമൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയും ഒരുപാട് ആൾക്കാർ, സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിരന്തരം ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ വേറെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതാണ് പ്രധാനമായിട്ട് എനിക്കൊരു കൗതുകം തോന്നിയത്, എന്താണ് കൈത്തറി നെയ്യുന്നത് സംഭവം ഉണ്ട്. ഇവിടെ നിന്ന് നൂല്, ഇത് സിംഗിൾ നൂലാണ്. നൂലിങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇതിനൊക്കെ പ്രത്യേക പേരുകളുണ്ടാകും. എന്തായിരുന്നാലും പറഞ്ഞുതരാം. അതായത് ആ നൂലുകളാണ് പല കളറായിട്ട് ഇട്ടേക്കുന്നത്. അത് ഇവിടെ നിന്ന് തെറ്റാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു സംഭവം ഇതിങ്ങനെ മൂവ് ആവും. ഇവിടെ നിന്ന് നൂല് വരുന്നത്, ഇവിടെ നിന്ന് നൂല് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വരും. അവിടെ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ചേട്ടൻ അവിടെ താഴെ കാലേച്ച് ചവിട്ടുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്കൂടെ ഒരു സംഭവം ഇതാണ്, ഈ നൂലിലാണ് ഇതിനിടയ്ക്കുള്ള കളർ മാറ്റുന്നത്, ഈ ഇടയ്ക്കൂടെ പോകുന്നത്. ഇത് അതിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴാണ് ഈ ഇടയ്ക്കുള്ള കളർ വരിക. ഇതിൻ്റെ ഈ ലെങ്തൊക്കെ ഇവർ കറക്റ്റ് സ്കെയിലൊക്കെ വെച്ച് അളന്നാണ് ചെയ്യുന്നത്. ഈ ഇടയ്ക്കൂടെ ഈ സാധനം ഓടുന്നുണ്ടോ, ഉണ്ടോ, ഒരു സംഭവം ഇങ്ങനെ ഓടുന്നുണ്ട്. ആ ഓടുന്ന സംഭവമാണ് ഈ കളറായിട്ട് വരുന്നത്. ബാക്കിയുള്ളത് അവിടെ നിന്ന് ഈ നൂലിങ്ങനെ വരുന്നുണ്ട്. ഈ ഓടുന്നതിനെ പിടിച്ച് ഇങ്ങോട്ട് അടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ് ഇത് ഒരേ ലെങ്തിലാണെങ്കിൽ ഇതിങ്ങനെ ഒരു ഡിസൈനായിട്ട് വരില്ല, അതല്ലെങ്കിൽ ബലത്തിലിരിക്കുകയില്ല. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ചവിട്ടുകയും ചെയ്യുന്നുണ്ട്. കേട്ടോ, ഇതിൻ്റെ ഒരു വർക്കിംഗ് ഇങ്ങനെയാണ്. ഒരുപാട് കളർ നൂലുകളുണ്ട്. ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെ ചെയ്താണ് നമ്മളെ എന്താണ് സാരിയോ അല്ലെങ്കിൽ കൈലിയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നെയ്തെടുക്കുന്നത്. മാത്രമല്ല ഇത് അടിയിലൊരു റോളിൽ ഇങ്ങനെ ചുറ്റി വരുന്നുണ്ട്. ഇതാണ് സംഭവം, ഇതിൻ്റെ കൈത്തറിയുടെ ഒരു പ്രവർത്തനം എന്നാണ്. എൻ്റെ പേര് പുരുഷോത്തമൻ. എത്ര വർഷമായി? ഞാനിവിടെ ഇപ്പോൾ 80 പോയിട്ട് 40 അതെ. അപ്പോൾ ഇത് സാരിയാണോ അല്ലെ? അല്ല, ഇത് ഷീറ്റ് ബെഡ്ഷീറ്റ്. ഇവിടെ സാരി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അങ്ങോട്ടല്ലേ? അങ്ങോട്ട്. പിന്നെ അങ്ങോട്ടുണ്ട്. ഓക്കെ. ഇത് കയറ്റി അയക്കുകയാണോ അല്ലെ ഇവിടെ നിന്നാണ് വിൽക്കുന്നത്? ഇത് നമ്മൾ അല്ല, റോളാക്കി കടകളിലേക്ക് കൊടുക്കും? അല്ല, ഇത് നമ്മളെ സാധാരണ ലോക്കൽ മാർക്കറ്റ്. ഓക്കെ. അതെല്ലാം ഒത്തിരി ആൾക്കാരുണ്ടല്ലേ ഞാൻ പോലെ ഇവിടെ ആർക്കും? ഓക്കെ, ജോലി നടക്കട്ടെ, പുസ്തകമില്ല. ഓക്കെ, ഇത് നമുക്കൊരു കൗതുകം പിടിച്ച കാഴ്ചയാണ് കേട്ടോ, കൈത്തറി. നമ്മളവിടെ ഉണ്ട്, ബാലരാമൻ്റെ സൈഡിലുണ്ട്. എന്നാലും നമ്മൾ അവിടെ പോയിട്ടില്ല. ഇവിടെ വന്നപ്പോൾ നമുക്കിത് കാണാൻ പറ്റും, അതിൻ്റെ മെക്കാനിക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലായി. എന്തായാലും കൊള്ളാം, സൂപ്പർ. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് അടുത്തൊരുതാണ്ട് ഇതെല്ലാം മെഷീൻസാണ്. ഇതെല്ലാം അതിൻ്റെ മെഷീൻസാണ് കൈത്തറി ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാരും ഉണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ എത്തി നിൽക്കുന്നത് കേരള ഫോക്ലോർ അക്കാദമി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് മനോഹരമായിട്ടുള്ള ഒരു ചിറയുടെ തൊട്ടടുത്താണ് ഈ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. നാടൻ കലകളെ സംരക്ഷിക്കുന്നതിനും പുനരുദ്ധരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കണ്ണൂർ ആസ്ഥാനമാക്കി 1995 സ്ഥാപിച്ച സ്വയംഭരണ സ്ഥാപനമാണ് കേരള ലോക് ഫോർ അക്കാദമി എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിപ്പമേറിയ രണ്ടാമത്തെ ശുദ്ധജല ചിറയായ ചിറക്കലിൽ ചിറയുടെ കരയിലാണ് കേരള ഫോക്ലോർ അക്കാദമി കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കേരള വാസ്തുകല മാതൃകയായ 4 രീതിയിലാണ് ആസ്ഥാന കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. ഫോക്ലോർ മ്യൂസിയം, ലൈബ്രറി, പ്രസിദ്ധീകരണ വിഭാഗം എന്നിവ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്ന നിരവധി തെയ്യക്കോലങ്ങളുടെ മാതൃകയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കേരള സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ 1995 ജൂൺ 28 കേരള ഫോക്ലോർ അക്കാദമി രൂപപ്പെട്ടത്. 1996 ജനുവരി 20 പ്രവർത്തനം ആരംഭിച്ചത്. നാടൻ കലകളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, മാസികകൾ പ്രസിദ്ധപ്പെടുത്തുക, പഠനങ്ങൾ നടത്തുക, സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുക, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനവും ധനസഹായവും നൽകുക തുടങ്ങിയവയാണ് ഈ അക്കാദമിയുടെ പ്രധാന ചുമതലകളിൽ പെടുന്നത്.
ഇതാണ് ചിറക്കൽ ചിറ. കേരളത്തിലെ ഏറ്റവും വലിയ ചിറ അഥവാ മനുഷ്യനിർമ്മിത തടാകമാണ് ചിറക്കൽ ചിറ. കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ നഗരത്തിൽ നിന്നും 5 കിലോമീറ്റർ ദൂരത്തിൽ ചിറക്കൽ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 15 ഏക്കറോളം വിസ്തൃതിയുണ്ട് ഈ ചിറയ്ക്ക്. ചിറക്കൽ രാജാക്കന്മാർ 350 വർഷം മുമ്പാണ് ഇത് നിർമ്മിച്ചത്. ചരിത്രം പറയുന്നത് 1662 ഇവിടെ ബൊമ്മാഞ്ചേരി വയലും അതിൻ്റെ നടുവിൽ ഒരു കുളവും നിലനിന്നിരുന്നു. ഈ കുളമാണ് വിസ്തൃതി കൂട്ടി ചിറക്കൽ ചിറയാക്കിയത്. 20 വർഷത്തിന് ശേഷമാണ് ചിറക്കൽ കോവിലകം നിർമ്മിച്ചത് എന്നുമാണ് ചരിത്രം പറയുന്നത്. എന്തായാലും വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന ഒരു ചിറ. അടിപൊളി അല്ലേ? അവിടുന്ന് നമ്മൾ നേരെ എത്തി നിൽക്കുന്നത് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഗർ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് ഇതിനകത്താണ്. നമ്മൾ അതിൻ്റെ ട്രെയിലറോ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു സിംഹത്തിൻ്റെ കൂട് കാണിക്കുന്നുണ്ട്. അത് ഈ സ്നേക്ക് പാർക്കിനകത്താണ് അവർ ക്രിയേറ്റ് ചെയ്ത് സിനിമ എടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ഇതിനകത്തുള്ള ഒരു ചെറിയ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അകത്തൊരു ഫിഷ് ടാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ബോർഡുകളിൽ കുറേ ഡീറ്റെയിൽസൊക്കെ പാമ്പിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ തിരുവനന്തപുരത്തുള്ള മ്യൂസിയത്തിൻ്റെ അതേ പെയിൻറ്റിങ് കളറിങ് അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം ചില സംഭവങ്ങൾ കാണുമ്പോൾ. എന്തായാലും അകത്ത് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇതുപോലെ ഒരു അക്വേറിയമാണ്. ഒരുപാട് ഐറ്റം മീനുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് എന്നാണ് ഇത് പറയുന്നതെങ്കിലും ഇതിനകത്ത് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയം പോലെയോ അതുപോലെ വരുന്ന എല്ലാ മൃഗങ്ങളും സ്നേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എല്ലാ ജീവികളും ജന്തുക്കളും മൃഗങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു പാർക്കാണ്. അല്ലാതെ സ്നേക്ക് പാർക്ക് എന്ന് പറയുന്നെങ്കിൽ സ്നേക്ക് മാത്രമല്ല ഇതിനകത്തുള്ളത്. ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഓരോ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഓരോ ബോർഡ് കാണും അടുത്ത് എന്തൊക്കെയാണ് കാണുന്നതെന്ന്. കാട്ടുപൂച്ച, മുള്ളൻ പന്നി, ഉടുമ്പ്, മരപ്പെട്ടി, കുരങ്ങ് അതൊക്കെയാണ് ഇനി അടുത്ത് വരുന്ന കൂടുകളിൽ ഉണ്ടാകുക. നമ്മുടെ കയ്യിൽ ഗോപ്രോ ആണ് ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക് വളരെ അടുപ്പിച്ച് മൃഗങ്ങളെ കാണിച്ചു തരാൻ പറ്റാത്തത്. ഈ കൂട് കഴിഞ്ഞ് നമുക്കൊരു സെക്ഷനുണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കൂട് കഴിഞ്ഞാണ് മൃഗങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം സൂം ചെയ്ത് എടുക്കാനുള്ള ഇല്ല, ഗോപ്രോയിൽ സൂം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതാണ് നമ്മൾ കുഞ്ഞായിട്ട് കാണിക്കുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ആമകളാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ പാമ്പുകളുടെ ഒരുപാട് കളക്ഷനും ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് യമു ആണ്. അടുത്ത് ചക്കിപ്പരുന്ത്, കൃഷ്ണപ്പരുന്ത്, വെള്ളിമൂങ്ങ, മീൻമൂങ്ങ, കന്യാസ്ത്രീ കൊക്ക് എന്നുള്ള ഐറ്റംസാണ് ഇനി വരുന്നത്. ഒരുപാട് കാണാനുണ്ട്. ഞാനിപ്പോൾ എല്ലാം ഇതിൽ കൂടെ കാണിക്കുന്നില്ല, കാരണം വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇനി അങ്ങോട്ട് കുറേ പാമ്പിൻ്റെ കൂടുകളാണ് കേട്ടോ. ഒരുപാട് കാണാനുണ്ട്, ഞാൻ കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുതലകളുടെ കൂട്. പാമ്പ് ഓക്കെയാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. മുതലകൾ ഒരുപാടുണ്ട് ഇവിടെ. ആ ഒരു കൂട് നിറയെ മുതലകളാണ് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ സ്റ്റീവ് ഇർവിൻ എന്ന് പറയുന്ന മുതലപിടുത്തക്കാരൻ്റെ ഒരു സ്റ്റാച്ചുവും കൂടെ നിർത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഗർ എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ ഇതിനകത്താണ്. അതായത് ഈ കാണുന്ന ആ ഒരു കൂടിനകത്താണ് അവർ സെറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം കുറേയൊക്കെ നമുക്ക് ഇപ്പോഴും അവിടെ നിന്ന് പൊളിച്ച് മാറ്റിയിട്ടില്ല. കുറേ കാര്യങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. ചില മരങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നേരെ സെൻറ്ററിൽ കാണുന്ന ആ മരമൊക്കെ ചെറിയ മരമാണ്, തടിയാണ്. പക്ഷേ അവരതിനൊക്കെ വലുതാക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ഇട്ടിട്ടുണ്ട്. ഈ വള്ളികളും ബാക്കി കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തേക്കണതാണ്.
ഒത്തിരി കാഴ്ചകളുണ്ട് ഈ പാർക്കിനകത്ത്, പറയാതിരിക്കാൻ വയ്യ. സമയം കഴിയാറായി, അതുകൊണ്ട് നമ്മൾ ഓടിച്ചാണ് കാണുന്നത്. ഇതിനകത്ത് തന്നെ ഒരു ചെറിയൊരു കടയുണ്ട്, ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കടയുണ്ട് ഇതിനകത്ത്. ഇവിടെ ഈ ചീങ്ക എന്ന് പറയുന്ന കല്ല് ആണ് ഇത്. നമ്മൾ വെള്ളം സിനിമയിൽ കണ്ട ജയസൂര്യയുടെ വെള്ള സിനിമ, അപ്പോൾ അതുപോലുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ. അത് തന്നെയാണ്. അപ്പോൾ അതുപോലെ കല്ല് വെട്ടുന്ന ഒരു സ്ഥലം. നോക്കട്ടെ, മുന്നേ എപ്പോഴും വെട്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അവിടെയൊക്കെ കല്ല് വെട്ടിയെടുത്തതാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് കല്ലുകൾ വെട്ടി കൂട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇത് അതിൻ്റെ ആണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയി നോക്കാം. നല്ല കട്ടിയുള്ള മണ്ണാണ് കേട്ടോ. ഞാനത് പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ അത് വെട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇതാണ് ചിങ്കക്കല്ല്. നമ്മളവിടെ ചുടുകല്ലൊക്കെ ഉപയോഗിക്കും പോലെ ഇവിടെ മണ്ണിൽ നിന്ന് വെട്ടിയെടുക്കുന്ന കല്ലാണ്. അപ്പോൾ അത് വെട്ടിക്കൂട്ടി വച്ചേക്കുന്നതാണിത്. എനിക്ക് തോന്നുന്നു അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. പക്ഷെ ഇപ്പോൾ ഇല്ലാണ്ട് അവിടെയൊക്കെ ഇതൊക്കെ വെട്ടി എടുത്തേക്കുന്ന കാണുമ്പോൾ അതുപോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഒരു പാറ കല്ലുപോലെയാണ് കിടക്കുന്നത്. പക്ഷേ ചീങ്കയുടെ ഈ മണ്ണ്, കട്ടിയുള്ള മണ്ണിൻ്റെ സ്ഥലമാണിത്. നമ്മൾ സ്നേക്ക് പാർക്കിൽ പോയി കേട്ടോ. സ്നേക്ക് പാർക്കിൽ പോയി അവിടെ നിന്ന് കണ്ടിട്ട് നമ്മൾ റൂമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. എന്താ ബന്തെടുക്കയോ അങ്ങനെ എന്തോ ആണ് സ്ഥലപ്പേര്. പാലക്കാട്, കാസർഗോഡ്. നമുക്കിനി ഒരു ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസത്തോട് അടുക്കുകയാണ്. ഓക്കെ, നമ്മളെ വണ്ടി അവിടെ ഒരുക്കിയിട്ടിരിക്കുക. ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് 17-ാം ദിവസമാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 17 ദിവസമാവുന്നു. തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഏറ്റവും പേടിച്ച ഒരു രാത്രിയാണ്. ഓരോ രാത്രിയും അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് തന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്, പറയാനുണ്ട്. പക്ഷേ നമുക്ക് ആ സമയങ്ങളിലൊന്നും ചിലപ്പോൾ വീഡിയോ എടുത്തെന്ന് വരില്ല. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്നും അറിയില്ല. എന്തായാലും നമ്മൾ ബന്തെടുക്ക പോകുന്ന ഈ ദിവസം, അതായത് നാളെ കാസർഗോഡാണ്, കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നമുക്ക് സ്റ്റേ ചെയ്യുന്ന ബന്തെടുക്കയാണ്. ഏറ്റവും കൂടുതൽ പേടിച്ച ഒരു രാത്രി എന്ന് വേണമെങ്കിൽ ഇത് പറയാം. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇടയ്ക്ക് മ്യൂസിയമൊക്കെ കണ്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് കയറി. അവിടെ നിന്നാണ് നമ്മൾ ലൈവൊക്കെ ചെയ്തത്. ഹൈവേ കണ്ടപ്പോൾ വളരെ സന്തോഷമാണ്. നമ്മൾ ഈ പോകുന്ന വഴി എല്ലാം മാപ്പ് നോക്കി പോകുന്നതുകൊണ്ട് കൂടുതലും ഇട റോഡായിരിക്കും കാണിക്കുക. അപ്പോൾ ഇട റോഡ് കയറി പോകുമ്പോൾ നമുക്ക് അറിയാത്ത റോഡുകളാണ്. എന്തായാലും ഇന്നും അതുപോലെ തന്നെ നമ്മൾ ബന്തെടുക്ക ലൊക്കേഷൻ ഇട്ട് പോയി. ഇടയ്ക്ക് വെച്ചിട്ട് 2-3 വഴി കാണിക്കുമല്ലോ, നമുക്ക് അറിഞ്ഞൂടെ ഏത് വഴിയാണ് നമുക്ക് പോകാനുള്ളത്, അല്ലെങ്കിൽ ഏതാണ് കാട്, ഡേഞ്ചർ ഒന്നും നമുക്കറിയത്തില്ല. ഒരു വഴി കയറി. ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെയാണ് അവസ്ഥ. അപ്പോൾ ക്യാമറയിൽ ഇങ്ങനെയാണെങ്കിൽ ലൈവായിട്ട് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു തരി വെട്ടമില്ല, ഒറ്റ മനുഷ്യരില്ല, ഒരു കാട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും ഞാൻ വണ്ടി നിർത്തിയിട്ട് പപ്പയെടുത്ത് പപ്പ റോഡുണ്ടോ ഒന്ന് നോക്കൂ എന്ന് പറയുന്ന ഒരവസ്ഥ. അതിൻ്റെ കൂടെ മഴ. ഒരു വല്ലാത്തൊരു കണ്ടീഷൻ. സത്യം പറഞ്ഞ ഒരു കാടിനകത്തായിപ്പോയി എന്ന് തന്നെയാണ് തോന്നുന്നത്, നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഒരു ഹൈ റേഞ്ച് കയറിപ്പോയി. ഹൈ റേഞ്ച് നല്ല ഹൈറ്റിലേക്ക് കയറിപ്പോയി. നമ്മൾ ഒരു കാടിൻ്റെ മുകളിൽ എത്തി. അപ്പോൾ അവിടെ വെച്ചിട്ട് രാഗി പറയുന്നുണ്ട്, താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടും കുഞ്ഞായിട്ട് കാണാം, വലിയൊരു വിശാലമായിട്ടുള്ളൊരു ഏരിയ കാണുന്നുണ്ട്.
എന്താ നമ്മൾ വലിയൊരു വ്യൂ പോയിൻ്റ് കാണുന്നത് പോലെ കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മനസ്സിൽ പേടിയുണ്ട്. എൻ്റെ ഫാമിലി ആണല്ലോ, നാട്ടിൽ നിന്ന് എല്ലായിടത്തും പറഞ്ഞിട്ട് യൂട്യൂബ് വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ഓൾ കേരള പോകണു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടേ എല്ലാവരും സേഫായിട്ട് തിരിച്ചു കൊണ്ടെത്തിക്കണമല്ലോ. നല്ല പേടിയുണ്ട് മനസ്സിൽ. മാപ്പ് നോക്കുമ്പോൾ ഒറ്റ വഴി മാത്രമേ കാണിക്കുന്നുള്ളൂ, വേറെ വഴിയൊന്നും തിരിയുന്നത് കാണിക്കുന്നില്ല. റോഡുകൾ ചെറുതാവുന്നു, വലുതാവുന്നു, പിന്നെയും ചെറുതാവുന്നു. നമുക്ക് എത്താനുള്ള സ്ഥലം മാത്രം നല്ല ദൂരത്താണ്. എന്തായാലും പോയി നമ്മൾ പിന്നെയും ചെറിയ ചെറിയ റോഡിലേക്ക് കയറിക്കൊണ്ടിരുന്നു. ആരുമില്ല, വെട്ടമില്ല, ഒറ്റ മനുഷ്യരില്ല, ജംഗ്ഷനില്ല, ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ബോർഡുകൾ കാണുന്നുണ്ട് കേട്ടോ. എന്താണ്, വളരെ ഡേഞ്ചറായിട്ടുള്ള ഏരിയ ആണ്, കല്ലുകൾ വീഴാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ബോർഡുകൾ കാണുന്നുണ്ട്. ബോർഡുകൾ മാത്രമല്ല, പോകുന്ന വഴിയിൽ ഒരുപാട് കല്ലുകൾ വീണിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാനുള്ള സ്ഥിതി അല്ലായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാത്തത്. പലയിടത്തും കല്ലുകൾ ഉരുണ്ട് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ റോഡിന് ക്രോസായിട്ട് ഒരു മരവും വീണിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഭാഗ്യത്തിന് നമുക്ക് പോകാനുള്ള ഒരു സ്പേസ് അതുവഴി ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. ഇതുപോലുള്ള പോകുമ്പോൾ നമുക്ക് വഴിയിൽ നിർത്തി ചോദിക്കുന്ന കാര്യവും പാടാണ്. വേറെ ആൾക്കാരില്ല എന്തായാലും. അതും അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളും ഉണ്ട് നിർത്തി ചോദിക്കുമ്പോൾ. എന്തായാലും വലിയൊരു കാട്ടിൽ കയറിയ ഒരു ഫീലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി തന്നെ നന്നായിട്ട് കഷ്ടപ്പെട്ടു. കാര്യം പിന്നെയും കുഞ്ഞു റോഡിലോട്ട് പോകുന്നതല്ലാതെ ഈ റോഡ് പോയിട്ട് പിന്നീട് കണ്ടത് തീരെ ചെറിയൊരു റോഡിലോട്ട്, അത് റോഡുണ്ടോയെന്ന് പോലും കാണാൻ പറ്റാത്ത ഒരു റോഡിലേക്കാണ് നമ്മുടെ മാപ്പ് കാണിക്കുന്നത്. എനിക്ക് ആ വഴി പോകാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് പറ്റുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ വണ്ടി റിവേഴ്സ് എടുത്തു. എന്നിട്ട് വേറൊരു വഴിയാണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. എന്തായാലും ഓൾ കേരള ട്രിപ്പിലെ ഏറ്റവും പേടിച്ച ഒരു ദിവസം. പല അനുഭവങ്ങളും ഉണ്ടായെങ്കിലും ഏറ്റവും പേടിച്ച ഒരു ദിവസമാണ്. അതായത് മെയിൻ റോഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. ഏതോ ഏരിയ മാറി അങ്ങ് അകത്തേക്ക്, കാട്ടിനകത്തേക്ക് പോയി ബന്തെടുക്കാൻ. അത് നമ്മൾ മാപ്പ് കാണുമ്പോൾ തന്നെ അറിയാം, കാട് ഏരിയ ആണ്, അല്ലെങ്കിൽ അങ്ങനെ കെട്ടിടങ്ങളോ വീടുകളോ ഒന്നും ഇല്ലാത്ത ഏരിയയാണ്, റോഡുകൾ വേറെ ഇല്ലാത്ത ഏരിയ ആണ്. എന്തായാലും ഹൈവേ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് തിരിഞ്ഞത്. പക്ഷേ തിരിയും തോറും വേറെ റോഡുകളെല്ലാം തിരിഞ്ഞ് അകത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. നമുക്ക് അറിഞ്ഞൂടല്ലോ, എങ്ങനെയൊക്കെയോ പിന്നീട് മെയിൻ റോഡിൽ വന്നു കേട്ടോ. എന്താടാ മഴ പെയ്യണ മഴ. അവന് മിണ്ടാത്തതുകൊണ്ടാണ്. കാണാമോ? സെൻട്രൽ വരെ പിടിച്ച പോണം. എന്തെടുക്കാം, എന്തൊരു മഞ്ഞല്ലേ. ഈ മഴ പെയ്യാൻ തുടങ്ങിയതില്ലേ സെക്കൻഡ് ചോട്ടുണ്ടല്ലോ. ഇല്ല, ആർക്കറിയാം, എല്ലാം മാപ്പിന്റെ കയ്യിൽ. ഇത് അവിടെ പച്ച ലൈറ്റ് കാണും, എല്ലാം ഉണ്ടെന്ന് നോക്കാം. മെയിൻ റോഡിൽ വന്നപ്പോഴാണ് ഒരു ആശ്വാസം. എങ്ങനെ എത്തിയെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ല മഴയുണ്ടായിരുന്നു, നല്ല മഴ. വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുന്നത്. ആ റോഡിൽ മെയിൻ റോഡ് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കട അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചു. അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ബന്തെടുക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഇവിടെ നിന്ന് കർണാടകയും അടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ബന്തെടുക്ക എന്ന് പറയുന്ന PWD ഹൗസാണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ടുള്ള കാര്യവും, അവിടെ ഒരു ചെറിയൊരു തടം റോഡ് തിരിഞ്ഞിട്ടാണ് നമ്മുടെ റൂം ഇന്നുള്ളത്. അത്യാവശ്യം വലിയ ജംഗ്ഷനാണെന്ന് തോന്നുന്നു. രാത്രി കാണുമ്പോൾ നമുക്ക് അത്ര പിടുത്തമില്ല. എന്തായാലും ഇതുവഴി കയറിയിട്ടാണ് നമുക്ക് നമ്മുടെ PWD റെസ്റ്റ് ഹൗസിലേക്ക് പോകാനുള്ളത്. അറിഞ്ഞുകൂടാത്ത സ്ഥലം, അറിഞ്ഞുകൂടാത്ത ഏരിയ, ആരെ അറിയത്തില്ല. എന്തായാലും നമ്മൾ ധൈര്യം സംഭരിച്ച് അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വീടാണ്.
നമ്മൾ ഇതുവരെ പോയതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആരുമില്ല, അവിടെ ആരുമില്ല, ഓഫീസിന് ആരുമില്ല, വീട് മാത്രമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ ഭാഗ്യത്തിന് ആളെ കിട്ടി. അപ്പോൾ അവിടെ അതിൻ്റെ തൊട്ട് പുറകെ തന്നെ പുള്ളിക്കാരന് റൂമോ വീടോ എന്തോ ഉണ്ട്. പുള്ളി അവിടെ ഉണ്ടായിരുന്നു. പുള്ളി വന്നു കഥമൊക്കെ തുറന്ന് തന്നു. ആകെ 2 റൂം മാത്രമാണ് ഉള്ളത് ഇവിടെ. ആ 2 റൂമിൽ നമ്മൾ. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ നിർത്തുകയാണ്. ശുഭരാത്രി. നാളെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളായിട്ട് കാണാം. ബൈ.